ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ പലഹാരം എന്ന് പറയുന്നത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. എണ്ണയോ ഓയിലോ ഒന്നും തന്നെ ഇല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണിത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പഞ്ഞ് പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ. എന്നാൽ മാത്രമേ ഞാനിതെങ്ങനെയാണ് തയ്യാറാക്കിയെന്നുള്ളത് മനസ്സിലാവുള്ളൂ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും നന്നായി പഴുത്ത നേന്ത്രപ്പഴം എടുക്കുമ്പോഴാണ് ഈ ഒരു പലഹാരത്തിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഈ 2 നേന്ത്രപ്പഴവും ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ അരച്ചെടുക്കേണ്ട. ഇനി അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് അവലിട്ട് കൊടുക്കാം. ഇതിനി ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇത് ചൂടാക്കാതെയും പൊടിച്ചെടുക്കാം. പക്ഷേങ്കിൽ ഈ ഒരു പലഹാരത്തിന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുക്കുമ്പോഴാണ് ഒന്നുകൂടി നല്ല നൈസായിട്ട് പൊടിഞ്ഞു കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുക്കുന്നത്. ഒരുപാട് നേരം ചൂടാക്കി എടുക്കണ്ട, ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് ചൂടാറി വന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത അവല് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നേന്ത്രപ്പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി വയ്ക്കാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു പാത്രത്തിലേക്ക് അവല് പൊടിച്ചിട്ട് കൊടുത്തതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 250 ml കപ്പിൻ്റെ അളവിൽ ഒരു 3/4 കപ്പോളം ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചിരകിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്ക തല്ലിയത് ഇട്ട് കൊടുക്കാം. ഇനി വേണം ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന പഴം ഒഴിച്ചു കൊടുക്കാൻ. അരച്ചെടുത്ത മുഴുവൻ പഴവും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു മധുരത്തിൻ്റെ പലഹാരം ആയതുകൊണ്ട് ആ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ശർക്കര ഉരുക്കിയതാണ്. ഞാനിപ്പോൾ ഒരു 200 ഗ്രാം ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 200 ഗ്രാം ശർക്കര 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് വെള്ളം വെച്ചിട്ടാണ് ഞാൻ ഉരുക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 250 ml കപ്പിന് 1/4 കപ്പ് ശർക്കര ഉരുക്കിയത് കിട്ടിയിട്ടുണ്ട്. ഇത് അത്രയും തന്നെ ഈ ഒരു പലഹാരത്തിന് കറക്റ്റ് ആയിട്ടുള്ളൊരു മധുരമാണ്. നല്ല മധുരമുള്ളൊരു റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ അത്രയും മധുരവും ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു സ്പാച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് നന്നായിട്ട് അങ്ങ് യോജിച്ച് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റിയിട്ട് വിസ്ക് വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ പറ്റും. ഈ ഒരു മാവ് നന്നായിട്ട് ഇനി ടൈറ്റായിട്ട് കിട്ടണം. ഇപ്പോൾ ഇത് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കാം. ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്നിട്ട് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മാവ് കറക്റ്റ് ഒരു പരുവത്തിന് കിട്ടുന്നതാണ്. കാരണം ഇതിൽ അവലുള്ളത് കൊണ്ട് പെട്ടെന്ന് നന്നായിട്ടൊന്ന് വെള്ളം വലിച്ചു കുടിക്കും. അപ്പോൾ അത്രയും നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു വെള്ളം എല്ലാം വലിച്ചെടുത്തുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് ടൈറ്റായിട്ട് കിട്ടും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു പലഹാരത്തിന് വേണ്ടുന്ന കറക്റ്റ് ആയിട്ടുള്ള ഒരു പരുവം. ഇനി നമുക്കിത് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ വാഴയിലയിലാണെങ്കിൽ നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാൻ വാഴയിലയിലാണ് ചെയ്തെടുക്കുന്നത്. ഇതിൽ മാവ് വെച്ച് കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യും വാഴയിലയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു മണവും ടേസ്റ്റൊക്കെ ആയിരിക്കും ഈ ഒരു പലഹാരത്തിന്. ഇനി വാഴയിലയിൽ തന്നെ ഇത് വേവിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാവുന്നതാണ്. വാഴയിലയിലാവുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിട്ടിരിക്കും, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് വാഴയില കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ മൗൾഡിലോ അല്ലാന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കുന്ന പാത്രത്തിലോ വേണമെന്നുണ്ടെങ്കിൽ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഇഡ്ഡലി ചെമ്പിലൊന്ന് വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വാഴയില എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം തീയിലൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ആ ഇല ഇതുപോലെ മടക്കാനൊക്കെ പറ്റും
കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ മടക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കീറിപ്പോവും. അങ്ങനെ കീറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തീയിലൊന്ന് വാട്ടിയെടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതുപോലെ മാവ് വെച്ച് കൊടുത്തിട്ട് ഒട്ടും തന്നെ പുറത്തോട്ടൊന്നും പോവാത്ത രീതിയിൽ ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും റെഡിയാക്കി എടുക്കാം. ഇതേപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം ഇഡലിച്ചെമ്പിൽ വെള്ളം വെച്ചിട്ട് അതിന് മുകളിലേക്ക് ഒരു ഹോളുള്ള പാത്രം വെച്ച് കൊടുത്തിട്ട് എല്ലാം അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 30 മിനിറ്റ് സമയം വേണ്ടി വന്നിട്ടുണ്ട് ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ ദാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.